നമസ്കാരം, ഞാൻ പവിത്ര ഉണ്ണി, ഊട്ടക്ഷരങ്ങളുടെ ഒരു എഡിറ്ററാണ്. പുസ്തകപ്രേമി എന്ന ഈ സെഗ്മെന്റിലൂടെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആനി വള്ളിക്കാപ്പൻ്റെ കാവൽക്കാരി എന്ന പുസ്തകമാണ്. കറൻ ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആനി വള്ളിക്കാപ്പനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാം. സൈമൺ വള്ളിക്കാപ്പന്റെയും അന്നമ്മ സൈമണിന്റെയും മകളായി ഭരണങ്ങാനത്ത് ജനനം. സെന്റ് മേരീസ് ഹൈസ്കൂൾ പാല, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ പുളിങ്കുന്ന്, സെന്റ് ജോർജസ് കോളേജ് അരുവിത്തറ, ലാട്രോബ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മോപ്കോ മീഡിയ ബാംഗ്ലൂരിൽ HR ഹെഡായി ജോലി ചെയ്യുന്നു. തെക്കേത്തല സെബാസ്റ്റ്യൻ ജോണിന്റെ ഭാര്യയാണ്. മകൾ ആഞ്ചലിൻ സെബാസ്റ്റ്യൻ. കുരിശും കൊടയും വളവളാഞ്ചനും നീർദിന്റെ പുസ്തകങ്ങൾ തുടങ്ങിയവയ്ക്കാണ് മറ്റ് കൃതികൾ. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അച്ചാച്ചനും എന്നാണ്. ഇതൊരു ചെറിയ നോവലാണ്. ഹാർഡ്ലി ഒരു 127 പേജുകൾ മാത്രമുള്ള ഒരു ചെറിയ നോവലാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് നോവലുകൾ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ വേറൊരു രീതിയിലുള്ള കഥ പറച്ചിലാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്നതും വളരുന്നതും പ്രേമിക്കുന്നതും അങ്ങനെയുള്ള ഒരു കഥയാണ് ഇതിൽ വരുന്നത്. നമുക്ക് മനോഹരമായിട്ട് തന്നെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണിത്. ആനി വള്ളിക്കാപ്പൻ്റെ കാവൽക്കാരി, അതായത് ഓർമ്മകളുടെ കാവൽക്കാരി എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം പറയുന്നത്. ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്, അവതാരികയായിട്ട് ഇതിൽ കാണുന്നില്ല, നോക്കട്ടെ. പക്ഷേ ഇതിൽ ബ്ലർബിൽ ജോസഫ് അന്നംകുട്ടി ജോസ് പറയുന്നത് ഇതാണ്: ലോട്ട്സ് ഓഫ് മെമ്മറീസ് ബട്ട് നോ എവിഡൻസ്. സോഷ്യൽ മീഡിയയുടെയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും കടന്നുവരവിന് മുമ്പ് ജീവിതം തുടങ്ങിയ മനുഷ്യർക്കെല്ലാം ഈ ഒരു വാചകം വലിയൊരു ശരിയാണ്. മറവിയുടെ കാറ്റ് ജീവിതത്തിലേക്ക് വീശി തുടങ്ങുമ്പോൾ മെല്ലെ ആടിയുലഞ്ഞ് പതുക്കെ കെട്ടുപോകുന്ന ഓർമ്മകൾക്ക് ആരെങ്കിലും കാവൽ നിന്നിരുന്നെങ്കിൽ. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ കുറച്ചുനേരം നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കൈമോശം വന്ന ആ പഴയ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാൻ മാർമലയും വല്യമ്മച്ചിയും വല്യപ്പാപ്പനും തങ്കച്ചിയും ഗോവിന്ദനപ്പൂപ്പനും അരുവിയും ചാമ്പമരവും കാപ്പിത്തോട്ടവും നിങ്ങളെ സഹായിച്ചേക്കാം. മാർമലയിലെ തണുത്ത കാറ്റ് മെല്ലെ മുഖത്തേക്ക് വീശുന്നു. എൻ്റെ കണ്ണുകൾ ഓർമ്മയിലേക്ക് പതിയെ അടയുന്നു. അപ്പൊ ഈ നോവലിലെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. ജനലിനോട് ചേർന്ന് കിടന്നിരുന്ന എൻ്റെ കട്ടിലിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ മഠത്തിലെ കാഴ്ചമുറിയും മനോഹരമായ പൂന്തോട്ടവും കാണാമായിരുന്നു. അവിടെ തൂവൽ മിനുക്കാനെത്തുന്ന കുരുവികളുടെ ചേഷ്ടകൾ നോക്കിയിരിക്കുക നല്ല നേരം പോക്കായിരുന്നു. കാഴ്ചമുറിയുടെ മുന്നിൽ തൂക്കിയിരുന്ന കുഞ്ഞൻ മണി ഓരോ തവണ മുഴങ്ങുമ്പോഴും ആകാംക്ഷയോടെ നോക്കും. വീട്ടിൽ നിന്ന് ആരെങ്കിലുമാണോ? അല്ല എന്നറിയാം, എങ്കിലും വെറുതെ. സുമയ്ക്ക് കാഴ്ചമുറി പെണ്ണമ്മ ചേച്ചി ഉറക്കെ വിളിച്ചു പറയും. അത് കേൾക്കേണ്ട താമസം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സുമ കാഴ്ചമുറിയിലേക്ക് ഓടും. തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ പലഹാരപ്പൊതിയുണ്ടാകും. ദേ അമ്മ കൊടുത്തു വിട്ടതാ, ഇത്തവണ ശർക്കര വരട്ടിയുണ്ടേ. വായിൽ കപ്പലോടിക്കാൻ പാകത്തിൽ വെള്ളം നിറയും. കുഴലപ്പവും ചീടയും ശർക്കര വരട്ടിയുമൊക്കെ ഞങ്ങൾ പങ്കിട്ടാസ്വദിച്ച് കഴിക്കും. ബാക്കി വരുന്നത് ഒരു പാട്ടയിലടച്ച് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. അതിൽ നിന്ന് വേണമായിരുന്നു പെണ്ണമ്മ ചേച്ചിക്ക് കൈനോട്ടത്തിനുള്ള പ്രതിഫലം കൊടുക്കാൻ. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും സുമയെ കാണാൻ അവളുടെ അച്ഛൻ വരുമായിരുന്നു. ലില്ലിയും ഇടയ്ക്കൊക്കെ കാഴ്ചമുറി കണ്ടിരുന്നു. എനിക്ക് അവരോട് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ആണ്ടിൽ 3 തവണയെ കാഴ്ചമുറി മണി എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ മെനക്കെട്ടിരുന്നുള്ളൂ. ഓണത്തിനും ക്രിസ്മസിനും വലിയ അവധിക്കും. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചെറിയ ചാച്ചൻ വരുമ്പോൾ മാത്രം. ഇതിനിടയിൽ വല്ലപ്പോഴെങ്കിലും എൽസയ്ക്ക് കാഴ്ചമുറി എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാൻ ഞാൻ വല്ലാതെ കൊതിച്ചിരുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലെന്ന തോന്നലായിരുന്നു എനിക്ക്. അത് മറയ്ക്കാൻ ലില്ലിയോടും സുമയോടും പറഞ്ഞിട്ടുള്ള നുണകൾക്ക് കണക്കില്ല. പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ച സത്യങ്ങളായിരുന്നു. എല്ലാ ഈസ്റ്ററിനും അമ്മയും പപ്പയും ഒരുമിച്ചെന്നെ കാണാൻ വരുന്നത്, സേവിയും സൽമയും തൊമ്മിയും ഞാനും തമ്മിലുള്ള അടിപിടിയും കളിയും കുസൃതികളും, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുന്നത്, അങ്ങനെ എന്തെല്ലാം. സേവി എൻ്റെ സങ്കല്പമായിരുന്നു. സങ്കല്പലോകത്തെ പാവം പിടിച്ചൊരു ചങ്ങാതി. അവന് ഞങ്ങൾ 3 പേരെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുള്ളൂ. സൽമയും തുമ്മിയും സേവിയും ഞാനും കൂടി ഒരു ദിവസം. അങ്ങനെയാണ് കഥയുടെ തുടക്കം. പിന്നത്തേതൊക്കെ വായിൽ വരുംപടി.
എന്നാലും അടുക്കടുക്കായി പറയാൻ ഞാൻ ശ്രമിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വായിക്കാത്തവർക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കാം. മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു നോവലാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നൊസ്റ്റാൾജിയ ഇഷ്ടപ്പെടുന്നവർ, ഓർമ്മകൾ താലോലിക്കുന്നവർ, മനോഹരമായ കുട്ടിക്കാലം ഉണ്ടായിരുന്നവർ, ഇല്ലാതിരുന്നവർ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ആനി വള്ളിക്കാപ്പന്റെ കാവൽക്കാരി. മറ്റൊരു പുസ്തകവുമായിട്ട് വേറൊരു ദിവസം വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.